ഓക്കെ, ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് ലവേഴ്സ്. ഇന്ന് നമ്മുടെ IFPHന്റെ 1605 മലയാളം സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് സെഷനും ഹിന്ദി സെഷനും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് മാസ്റ്റർ വിജയരാജ് ആണ്. അദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്. എന്തായാലും നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം മൗന പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ആത്മീയ ഗുരുവായിട്ടുള്ള മാസ്റ്റർ വിജയരാജ് സാറാണ്. അദ്ദേഹം എന്റെയും കൂടി ഒരു ഗുരുനാഥൻ കൂടിയാണ്. നമ്മളത് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോ ശാരീരികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള ക്ഷേമത്തിന് ധ്യാനം എങ്ങനെ ഒരു ശക്തമായ ഉപകരണമാകുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയുടെ തത്വശാസ്ത്രങ്ങളുമായി സംയോജിപ്പിച്ച് സമഗ്രമായിട്ടുള്ള രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയെന്നും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കിടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, മെഡിറ്റേഷൻ ക്യാമ്പുകൾ തിരുവണ്ണാമലയിൽ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിജയരാജ് സാർ. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ എന്താ വേണ്ടി പറഞ്ഞോളൂ. ഞാൻ തുടങ്ങിയാൽ മതിയോ അല്ലെങ്കിൽ ഇനി പ്രോട്ടോകോൾ തുടങ്ങിക്കോളൂ? ഇല്ല സാർ, സാറിന് തുടങ്ങാം സാർ. ഓക്കെ. അപ്പം ഏതായാലും ഷാലു രാജ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ചികിത്സകനല്ല, ഒരു വൈദ്യനോ ഡോക്ടറൊന്നും അല്ല. ചെറിയ ധ്യാന സംഗീതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും മെഡിറ്റേഷൻ ഒരു മെഡിസിൻ ആണല്ലോ. മെഡിസിനും മെഡിറ്റേഷനും കൂടി ജോയിൻ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അസുഖത്തിന്, കാരണം ഇന്ന് മാനവരാശി മുഴുവനും പെട്ടിരിക്കുന്നത് നോളജിന്റെ കുറവുകൊണ്ടല്ലോ, രോഗത്തിന്റെ പ്രശ്നമാണ് അവനെ അലട്ടുന്നത്. മഹാരോഗങ്ങളും മാറാരോഗങ്ങളും ഇങ്ങനെ അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ചികിത്സ ഉണ്ടെങ്കിലും ഇന്നും ഇതൊരു പ്രഹേളികയാണ്. മനുഷ്യന്റെ ശരിയായ ഒരു ആരോഗ്യവാനായി എങ്ങനെ ജീവിക്കാം, എങ്ങനെ ജീവിച്ച് മരിക്കാം, ഈ അല്പായുസാണെങ്കിലും ഹെൽത്തോടുകൂടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എങ്ങനെയൊക്കെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം, അതാണല്ലോ നമ്മുടെ വിഷയം. എല്ലാ ചികിത്സാ മേഖലയിലുള്ള ഒരു സംഭവം അത് തന്നെയാണല്ലോ. കാരണം ഒരു വിഷഗ്വരനാവുക എന്നത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. കച്ചവടക്കാരനാവാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ വിഷഗ്വരൻ എന്ന് പറയുമ്പോൾ അത് കാരുണ്യവും സ്നേഹവും ഉത്തരവാദിത്വമാണ്, ജീവനെ കൊണ്ടുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്വം അതിലുണ്ട്. പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ ചികിത്സാ രംഗത്തും അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇപ്പം അലോപ്പതിക്കാർ മൊണോപ്പൊളി അവർക്കറിയാം, ഞങ്ങളാണ് ഈ ലോകത്ത്, ഞങ്ങളില്ലെങ്കിൽ ഓക്കെ, അത് സമ്മതിച്ചു കൊടുക്കാം നമുക്ക്. പക്ഷേ എല്ലാ ചികിത്സക്കും ഇപ്പൊ അലോപ്പതി ചെയ്തിട്ട് മാറാത്ത രോഗങ്ങൾ ഹോമിയോ കൊണ്ട് മാറുന്ന എത്രയോ സംഭവമുണ്ട്. ഇപ്പൊ ഞാനും കുറെ ഹോമിയോ ഒക്കെ ചെയ്യാറുണ്ട്, പണ്ട് ഇപ്പോഴല്ല, ഇപ്പോഴും അത്യാവശ്യം എന്തെങ്കിലും ചെറിയ അസ്വാസമൊക്കെ വരുമ്പോൾ ഉടനെ 1-2 ആഴ്ച എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ അത് മാറും. വളരെ ചെലവ് കുറവാണ്. പിന്നെ ഇതുപോലത്തെ വലിയ ടെസ്റ്റിങ്ങും കാര്യമൊന്നുമില്ല. അതൊരു എന്തോ ഒരു സംഭവമാണ്, ഒരു ദൈവികമായ ഒരു അനുഗ്രഹം പോലെ. പക്ഷെ അതില് എനിക്ക് പറയാനുള്ളത്, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം പേര് ഹോമിയോപ്പതി എന്തോ സെക്കൻഡറിയും, അത് എന്തോ ഒരു ഈ അലോപ്പതി അല്ലാത്ത എല്ലാം തന്നെ എന്താ പറയണ്ടേ, ഫേക്ക് ആണെന്നുള്ളൊരു ധാരണയിലാണ് ഇന്ന് മാനവ സമൂഹം പോകുന്നത്. പക്ഷെ എല്ലാ മേഖലയിലും അതിൻ്റെ ആഴത്തിലുള്ള പഠനമുണ്ട്. ഇപ്പം നമ്മുടെ ഹോമിയോപ്പതിയുടെ ആചാര്യൻ തന്നെ, അദ്ദേഹത്തിന് ഇൻഡ്യൂഷനാണ്. കാരണം നിലവിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ശരിയെല്ലാം തോന്നിയത് കൊണ്ടുള്ള ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് റിസർച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തല്ലേ ഹെർമൻ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഈ തോന്നലുകൾ, നമുക്ക് ഈ തോന്നലുകൾ പ്രധാനമാണ്. എന്തുകൊണ്ട് ഹോമിയോ കേരളത്തിലും മറ്റെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നില്ല വെച്ചാൽ അതില് നമ്മളതിനെ വേണ്ടത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഇത്തരം ക്ലാസ്സുകൾ ഓരോ ഗ്രാമത്തിലും നടക്കേണ്ടതാണ്. ഹോമിയോണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ, ഈ നാട്ടിൽ പ്രദേശത്ത് ഹോമിയോ ഡോക്ടറോ ഹോമിയോ ഒന്നുമില്ല. ഇവിടെ അലോപ്പതിയും ആയുർവേദവും കുറവാണ്, അങ്ങനെയാണ്. അപ്പൊ എല്ലാ പ്രദേശങ്ങളിലും ഹോമിയോയുടെ ഒരു ക്ലിനിക്ക് ആധികാരികമായിട്ട് തന്നെ വേണം. അവർക്ക് ഉത്തരവാദിത്തോടുകൂടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എല്ലാറ്റിനും ഇല്ലെങ്കിലും
എനിക്ക് പറയാനുള്ള പരസ്പര സഹകരണമാണ് ഇതിൽ വേണ്ടത്. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അലോപ്പതിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. നമ്മളവിടെ പിടിവാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ചില സമയം ചില ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയാലോ, സർജറി പോലെയുള്ള ആപൽഘട്ടത്തില് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ശ്വാസോച്ഛ്വാസം ഒക്കെ നിന്ന് പോയാൽ കൃത്രിമ ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ ഹോമിയോ ഒരു സംവിധാനം ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെയുള്ള ആധുനിക സാങ്കേതിക രംഗത്ത് പോലും രംഗങ്ങൾ കൂടി ഹോമിയോ കൈയടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അലോപ്പതിയെ പോലെ തന്നെ ഹോമിയോനും ഒരുമിച്ച് പോകാൻ പറ്റും, പരസ്പരം മത്സരിക്കാതെ. ഇവിടെ ഇപ്പം പരസ്പരം മത്സരമാണ്, ശത്രുക്കളെ പോലെയാണ്. ഹോമിയോ ഡോക്ടർ എന്തോ മ്ലേച്ഛവും അലോപ്പതി ഡോക്ടർ മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച് ആ ഡോക്ടറേറ്റ് നേടുകയാണല്ലോ. എത്രയോ കാലത്ത് 6-7 വർഷത്തിന്റെ കഠിനാധ്വാനത്തിലൂടെയാണ് ഒരാൾ, ഇല്ലേ? പിന്നെ അത് പരിശീലിക്കണം. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ അപ്പുറം നമുക്കെല്ലാം ഒരു നിശ്ചയിക്കപ്പെട്ടൊരു നീതിയുടെ നിയമമുണ്ട്. ഇപ്പൊ എത്രയോ ഡോക്ടർമാരുടെ ഇപ്പൊ അലോപ്പതിയിലൊക്കെ ഉണ്ട്. അതിൽ കുറച്ചു പേര് മാത്രമേ ജനങ്ങളെ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണും. അതാണ് ഈ കൈപ്പുരുത്തുന്ന പുണ്യം എന്നൊക്കെ പറയാം. ഇപ്പൊ 10 ഡോക്ടറെ കാണിച്ച 10 തരത്തിലുള്ള മരുന്ന് തരുന്നുണ്ട്. ഇപ്പൊ അലോപ്പതി ആയാലും ശാസ്ത്രം തന്നെയാണ്. പക്ഷെ അവിടെയും കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊരു രോഗം കൊണ്ട് 10 ഡോക്ടറെ കാണിച്ചോളൂ, 10 തരത്തിലുള്ള മരുന്ന് എഴുതിയിട്ടുണ്ടാവും. യാതൊരു സംശയവും വേണ്ട. അലോപ്പതിയിലായാലും ഹോമിയോ, എല്ലാ തലത്തിലും ഇതൊരു തോന്നലാണ്. അത് വ്യക്തിഗതമായ ഒരു അനുഗ്രഹമാണ്. ചില രോഗങ്ങൾ മാറുക, മാറാതിരിക്കുക. എത്രയോ രോഗങ്ങൾ മാറാതെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രംഗത്ത് വളരെയധികം കൂലങ്കുഷമായ ഒരു അവലോകനം അവിടെയാണ് ധ്യാനവും. ഇപ്പൊ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അറിയാലോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മളെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക, അങ്ങനെ അവൻ മാനസികമായി സംഘർഷത്തിൽ, ഒന്നിലും വിശ്വാസം ഇല്ലാതിരിക്കുക, എല്ലാറ്റിനോടും ഒരു മത്സര ബുദ്ധി, എല്ലാവരെയും പുച്ഛം, എന്തൊക്കെയോ അറിവുണ്ടായിരിക്കാം. പക്ഷെ അതല്ല, ഒരു പൊരുത്തപ്പെടൽ, ഒരു ഐക്യം നമുക്ക് ഉണ്ടാവണം നമ്മളോട് തന്നെ, നമ്മളോടും ഈ ലോകത്തോടും പ്രകൃതിയോടും. നമ്മൾ മറ്റെവിടെ നിന്നും വരുന്നല്ലോ. അപ്പൊ അതില് ഈ മത്സരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, പോരാടേണ്ട ആവശ്യമില്ല. ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള സൗകര്യവും സാഹചര്യവും ഇവിടെയുണ്ട്. ഈ ഭൂമിയിൽ കോടാനുകൂടി മനുഷ്യർ വന്നുപോയി, കോടാനുകൂടി റിസർച്ച് നടന്നു എല്ലാ രംഗത്തും. നമ്മൾ ഇന്ന് ആ വഴിയിലാണ് ഉള്ളത്. പല രീതിയിൽ ഇപ്പൊ എനിക്ക് എൻ്റെതായ ധ്യാന രീതിയിൽ ആ മേഖലയിൽ കുറച്ച് കാര്യം പറയാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഷാലു രാജന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ടോട്ടാലിറ്റിയിൽ എല്ലാം അറിയുന്ന ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുക, അതിലും തെറ്റിദ്ധാരണയുണ്ട്. അതെന്തോ ദൈവത്തിന്റെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടിരലാണോ? ഒന്നുമല്ല. നമ്മളെ പീസ് ഓഫ് മൈൻഡ്, നമ്മുടെ ശരീരവും മനസ്സും ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. അതിലുള്ള ഗാർബേജുകൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭാരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനാണ് ഈ ഓഷോ ഒക്കെ, മഹാനായ ഓഷോ ഒക്കെ ധാരാളം 112 ടെക്നിക്സ്. അത് ഒരു തെറാപ്പി തന്നെയാണ്, ഒരു ഹീലിംഗ് തന്നെയാണ്. അപ്പൊ അത് മാത്രം പോരാ, ചില സമയത്ത് മരുന്ന് വേണ്ടി വരും. ചില സമയത്ത് ഈ ധ്യാനം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അസഹ്യമായ ഒരു തലവേദന, അസ്വാസ്ഥ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ പോലും പറ്റില്ല. അവിടെയാണ് മരുന്നിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ അവിടെ രണ്ടും ഒരുമിച്ചിട്ട് തന്നെ ഈ ഒരു നാണയത്തിന് രണ്ട് വശം പോലെ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ മാനവരാശിക്ക് ഒരു വെളിച്ചം വെച്ചാൽ, ഈ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് വരെ അവന് ആരോഗ്യത്തോടു കൂടെ മുന്നോട്ട് പോകണ്ടേ. പിന്നെ യാദൃശ്യമായി ചില അസുഖങ്ങളൊക്കെ വരാം. ഇപ്പൊ ഞാൻ നമ്മൾ ഈ ചുറ്റുപാടുള്ള ധാരാളം മൃഗങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്നും നമ്മളെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെക്കപ്പോ കാര്യമോ, അവരെങ്ങനെയുള്ളൂ ജീവിച്ചു പോവാണ് ആ നാച്ചുറലായിട്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. അവന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ധാരാളം ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും ബലഹീനനായ ഒരു ഈ ജീവി മനുഷ്യനാണെന്ന് പറയുന്നത്. അവന് ബുദ്ധി മാത്രമേ ഉള്ളൂ. ഫിസിക്കലൊക്കെ ടയർഡ്. ഒരു അടി അടിച്ച തീർന്ന് അവന്റെ പ്രശ്നം. ഒരു പട്ടിയെയോ ഒരു പശുവിനെയോ നിങ്ങൾ അടിയോ കല്ലെറിഞ്ഞാലൊന്നും അതൊന്നും ആവില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും ഓട്ടോമാറ്റിക്. അപ്പൊ മനുഷ്യൻ ഈ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അതിന് രാക്ഷസീയ ഭാവത്തിലേക്ക് അവനെ ഉപയോഗപ്പെടും പലപ്പോഴും, എല്ലാ രംഗത്തും. അപ്പൊ എനിക്ക് ഹോമിയോ ചികിത്സയെ കുറിച്ച് വളരെയധികം മതിപ്പുണ്ട്. കാരണം അത് ഈ ഗ്രാമാന്തരങ്ങളില് സാധാരണക്കാരന് ചെറിയ പൈസ ചെലവില് അവന്റെ ചികിത്സ നിറവേറ്റാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലും എല്ലാ മേഖലയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അറിയാലോ, ആ കാരുണ്യ തലം വിട്ട് ചൂഷണത്തിന്റെ തലത്തിലേക്ക് പോകുമ്പോൾ അത് നാച്ചുറലി ഫലിക്കപ്പെടുകയില്ല. അതിപ്പോ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഏത് മേഖലയായാലും നമുക്കതിനൊരു കാരുണ്യത്തിന്റെ തലമുണ്ട്. പണ്ടൊരിക്കല് ചൈനയില് ഏതോ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലത്തെ ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോഴേ അവിടെയുള്ള ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇത്ര പേര്
ഒരു ഒരു 100-500 പേര് ഓരോ ഡോക്ടർമാർക്കും ആ ഗ്രാമത്തിലുള്ള അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഒരു പൈസ മന്തിൽ അടക്കണം അവർ. ഈ രോഗം വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ഡോക്ടർക്കാണ്. ഇത് മനസ്സിലാക്കണേ. ഇത് ഇതിലുള്ള ഡോക്ടർമാർക്കും കൂടിയുള്ള നിർദ്ദേശമാണ്. ഞാനൊരു അഡ്വൈസാണ്, എന്റെ അഭിപ്രായം പറയാണ്. എനിക്കൊരു ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഈ 100 പേർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന്റെ ചെലവ് ആര് വഹിക്കണം? ഈ ഡോക്ടറാണ് വഹിക്കേണ്ടത്. ഡോക്ടർക്ക് ഈ സമൂഹം ശമ്പളം കൊടുക്കും, വേണ്ട ശമ്പളം കൊടുക്കും. ഇവർക്ക് എന്തെങ്കിലും പൈസ വാങ്ങിയിട്ട് അപ്പൊ അവരെ ഹെൽത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം, അവർക്ക് വേണ്ട വ്യായാമം, അവർക്ക് വേണ്ട ഭക്ഷണം, അവരെന്തൊക്കെ ചെയ്യണം, എപ്പോഴും ഇതൊക്കെ നിർദ്ദേശം കൊടുക്കേണ്ടത് ആരായിരിക്കണം? ആ വിശ്വഗുരനായിരിക്കണം. അല്ലാതെ ഒരു നേരത്തെ ലോകം മുറിഞ്ഞ് മരുന്നും കൊടുത്ത് കാശും വാങ്ങിയിട്ട് അവന് വിടുകയെന്നല്ല, അവനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ത് പ്രശ്നം വന്നാലും. അപ്പൊ അങ്ങനെ ഒരു വിശ്വസ്തത, ഈ വിശ്വസ്തത ഇല്ലെങ്കിൽ ഈ ചികിത്സാ രംഗം താറുമാറായി. കാരണം ഇപ്പം തന്നെ കാണല്ലേ മനുഷ്യൻ ഈ പല ഡോക്ടറെയും കാണിക്കേണ്ടി വരും. ഒരു ഡോക്ടറെ കാണിച്ചാൽ മാറില്ല, മറ്റേ ഡോക്ടറെ ഇങ്ങനെ പോയിക്കൊണ്ട്, അപ്പൊ വേറൊരുത്തൻ പറയും അവിടെ ഒരു വയനാട്ടിലൊരു ആദിവാസി വൈദ്യരുണ്ട്, ഉടനെ കെട്ടും കെട്ടി അങ്ങോട്ട് പോകും. ഇങ്ങനെ മനുഷ്യൻ ചക്കര ശ്വാസം വലിക്കുന്ന രംഗം നമുക്ക് കാണാം. അപ്പോഴേക്ക് വേറൊരാൾ പറയും അവിടെ ഒരു തങ്ങളുണ്ട്, അയാളൊരു ചരട് മന്തിയാല് ഇങ്ങനെ. ഇതൊക്കെ സംഭവിക്കും. 1% പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന തിയറി ഉണ്ടല്ലോ മെഡിക്കൽ സയൻസ് തന്നെ. ഒരു മരുന്നും വേണ്ട, വെറുതെ ചുമ്മാ ഒരു വെള്ളം ഊതി കൊടുത്താലൊക്കെ സംഭവിക്കും. അതൊക്കെ മെഡിക്കൽ സയൻസും അംഗീകരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള, ഈ സ്ഥായിയായി പെട്ടുപോകുന്ന മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പരസ്പരമുള്ള മത്സരവും പകയും കാരണം അവനവന്റെ ഈ ആരോഗ്യ രംഗം വളരെ മോശമാണ്. അപ്പൊ അതിന് ഹെൽത്തിലേക്ക് നയിക്കാനുള്ള ഫുഡ് സപ്ലിമെന്റ്, അതറിയാലോ, മരുന്നല്ല, അവന്റെ ആരോഗ്യത്തെ പുനർജനിക്കാനുള്ള കണ്ടൻസ് ഉള്ള മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കണമല്ല. അവൻ ഇപ്പൊ ചായ കുടിക്കും പോലെ, പക്ഷെ എന്തെങ്കിലും അപ്പൊ ആ സമയത്ത് ഇവന് ഹെൽത്തിനെ, നമ്മൾ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞുകൂടാതെ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഹോമിയോയിൽ ചേർത്ത് കഴിഞ്ഞാൽ, വൈറ്റമിൻസിന്റെ അറിയാലോ, പല കാര്യങ്ങളുണ്ട്, മൾട്ടി വൈറ്റമിൻസ്, സപ്ലിമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവന് ഡെയിലി ചില സമയം വാർദ്ധക്യമൊക്കെ വരുമ്പോൾ കഴിക്കേണ്ടി വരും. ആഹാരത്തോടൊപ്പം നമ്മളൊരു ആപ്പിൾ തിന്നുന്ന പോലെ, ഒരു എന്തെങ്കിലും എക്സ്ട്രാ കഴിക്കും പോലെ ഈ നല്ല മെഡിസിൻ അത് ഹോമിയോയിൽ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതൊന്നും പരസ്യം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് എൻ്റെ ഒരു അപേക്ഷയാണ്. അതിന് റിസർച്ച് ചെയ്യണം. ചില സമയം ഇല്ലെങ്കിൽ അത് റിസർച്ച് ചെയ്ത് കണ്ടെത്താം. ഡോക്ടർ ഹാനിമാന് ആ ഒരു തോന്നലുണ്ടായില്ലേ? ഒരു വ്യക്തിഗതമാണ്, എല്ലാം വ്യക്തിഗതമാണ്, ഓരോ ആളും കണ്ടെത്തുന്നതാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഹോമിയോയിലും വരാം. അതിലും ചില സമയം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബോധോദയം പോലെ ചില അത്ഭുത മെഡിസിനൊക്കെ കണ്ടെത്തി വെക്കാം. ഇതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും അനന്ത സാധ്യതയുണ്ടെന്നാണല്ലോ. അപ്പം ഈ മേഖലയിൽ ധാരാളം റിസർച്ച് വരണം. അതിന്റെ ആ റിസർച്ചിന്റെ റിപ്പോർട്ട് ഈ പൊതുജനങ്ങൾക്ക് അറിയിക്കണം. അപ്പോഴേ ഇതിലൊരു വിശ്വസ്തത ഉണ്ടാവും. അപ്പോഴേ നമുക്ക് ആധികാരികമായിട്ട് തന്നെ, ഇപ്പൊ അലോപ്പതിക്കാർ ഞാൻ പറഞ്ഞില്ല, അതിലും കുറെ പാളിച്ച വരുന്നുണ്ട്. നമുക്കറിയാം എത്രയോ രോഗങ്ങൾ മാറാതെ കഷ്ടപ്പെടുന്ന നമ്മൾ ചുറ്റുപാടും കാണാം. അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു മൊണോപ്പൊളിയാണ്. അതിനകത്ത് ഒരു ആയുർവേദോ ഹോമിയോ അവിടെ ചോദ്യം, അതാണ് അവരുടെ ഒരു വലിയൊരു അധികാരമായിട്ട് മാറും. അങ്ങനെ പാടില്ല. ഏത് രംഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് പരിഹരിക്കണം, അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ജീവിതത്തില് നമ്മള് രോഗം വന്നിട്ട് ചികിത്സയല്ല, രോഗം വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനാണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. ധ്യാന ജീവിതം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ അസ്വസ്ഥങ്ങളൊക്കെ വരികയായിരിക്കാം, പക്ഷെ സ്ഥായിയായി എന്ന് നിലനിൽക്കില്ല. അത് മാറിപ്പോകും. ഒരു കാറ്റ് വരുന്ന പോലെ ഒന്ന് കടന്നു പോകും, ഒന്ന് വരുന്നു പോകുന്നു. അത് നമ്മളെ കെട്ടിപ്പിടിച്ച് പുണരുന്ന അങ്ങനെ സ്ഥിരമായിട്ടിരിക്കില്ല. അതാണ് ഈ മെഡിറ്റേഷനൊക്കെ ഗുണങ്ങൾ. നിങ്ങൾ നോക്കിക്കോ, അത് മെഡിറ്റേഷൻ എന്നല്ല, പ്രാർത്ഥിക്കുന്നവര്, അല്ലെ ഈ ഭക്തി ദൈവവിശ്വാസികളായ അവർക്കൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വളരെ റെയർ കേസായിട്ടാണ് മഹാരോഗങ്ങളൊക്കെ വേട്ടയാടുന്നത്. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏതൊക്കെയോ കാരണം നമുക്കറിയില്ല, അജ്ഞാതമായ കാരണം. ആ കാരണവും നമുക്കിപ്പം ഒരു ചികിത്സ കൊണ്ട് മാറാത്ത പല രോഗങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓട്ടിസം പോലെയുള്ള, ഇന്ന് ചോദ്യചിഹ്നമാണ്. ഞാൻ എത്രയോ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചല്ലോ, എന്തുകൊണ്ട് ഇന്നും ഓട്ടിസം ബാധിച്ച കുട്ടികൾ ജനിക്കുന്നു? പല കാരണവും പറയും അവര്, അത് ഇന്നത് കൊണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. ശാസ്ത്രം അവിടെ പരാജയപ്പെട്ടിരിക്കാം. ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കണ്ണീര് കൊണ്ട് കൈകൂപ്പി തലകുനിക്കേണ്ടി വരും.
കാരണം എന്ത് ചെയ്യാൻ പറ്റും? ജീവിതകാലം മുഴുവനും ഇന്നും നമ്മൾ എപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും ഒരു പരിഹാരം ശാസ്ത്രം അങ്ങ് പുരോഗമിച്ചു, അത് അങ്ങ് എത്തി എന്നൊക്കെ വിചാരിക്കാലും ഇന്നും പല കാര്യത്തിനും ഉത്തരവില്ല. ചോദ്യം മാത്രമേ ഉത്തരങ്ങളില്ല. അവർ റിസർച്ചാണ്. അവർ പറയും ഇത് നാളെ കണ്ടെത്തും. ഇപ്പം അലോപ്പതി മേഖലയിലും എത്രയോ മരുന്നുകൾ നിർത്തലാക്കി, എത്രയോ മരുന്നുകൾ മനുഷ്യനെ യമലോകത്ത് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റും കാര്യവും അതിന്റെ ഹൈ ഡോസും തെറ്റായ ചികിത്സയും തെറ്റായ മരുന്നും പലതരത്തിലുള്ള പ്രോബ്ലങ്ങളും അനുഭവിക്കും. എത്രയോ മരുന്ന്, പക്ഷെ അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതൊക്കെ അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ളത്. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഇന്നൊരു കച്ചവടമാണ്. അലോപ്പതി ഹോസ്പിറ്റലിൽ ഒരാൾ ഒരു വാർദ്ധക്യം കൊണ്ട് പോയി കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പോലും അവന് വിട്ടുകൊടുക്കില്ല. ഞാൻ കുറ്റം പറയല്ല, പരമാവധി അവന്റെ അതിന് ICU കൊണ്ടുപോയി പിന്നെ അങ്ങനെ 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 കൊണ്ടുപോവാണ്. അവൻ മരിച്ചാലും ശരി, കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് ചൂഷണം ചെയ്യാം. ക്രൂരമായ ചൂഷണമാണ് സർ. മരിക്കേണ്ട ഏകദേശം അവന് സുഖമായി മരിക്കട്ടെ എന്നുള്ള മൃത്യുവിലേക്ക് അവനെ മരിക്കാൻ അനുവദിക്കണം. അപ്പൊ ഇതൊക്കെയാണ് അതിനുള്ള ഒരു പഠനം. നമ്മൾ അതിനാണ് മെഡിറ്റേഷന്റെ കൊണ്ട് ഗുണം. അതാണ് അവനറിയാം മരിക്കും. ഇപ്പൊ തന്നെ കുംഭമേള നടക്കുകയാണ്. അവരൊക്കെ മരണത്തിന് അംഗീകരിച്ചവരാണ്. അവിടെ നിൽക്കുന്ന നിങ്ങൾ അറിയാമല്ലോ, ആ തണുപ്പിലും ആ മരണ ഭയമില്ല അവർക്ക്. അതുകൊണ്ട് അവർ ജീവിക്കും, എപ്പോഴും മരിച്ചോട്ടെ. നമ്മൾ ഈ ഭയമാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് എപ്പോഴും. അതാണ് ഈ അറിയാലോ, സൈക്കോസൊമാറ്റിക് മനസ്സാണല്ലോ കുറെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മനസ്സിനെ എങ്ങനെ പരിധിയിൽ കൊണ്ടുവരാം, അവിടെയാണ് ധ്യാനത്തിന്റെ പ്രസക്തി. അപ്പൊ മരുന്നും ധ്യാനവും, ചികിത്സയും ധ്യാനവും കൂടി ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഇതിനൊരു സൂട്ടബിൾ. അത് മഹാനായ ഓഷോ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഹോസ്പിറ്റലുകളും മെഡിറ്റേഷൻ ഹാൾ ഉണ്ടായിരിക്കണം. കുറച്ച് സമയം പ്രാർത്ഥിക്കാനും നല്ല മ്യൂസിക്, അതും ഒരു മെഡിസിനാണ്. മെഡിസിൻ, മ്യൂസിക്, മെഡിറ്റേഷൻ. അപ്പൊ ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു കണ്ടെത്തൽ. അതിൽ ആയുർവേദവും നമുക്ക് ഉൾപ്പെടുത്താം. ചില രോഗങ്ങൾക്ക് ആയുർവേദം തന്നെ വേണം, ചില പഞ്ചകർമ്മ ഒക്കെ. അത് ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ടേ വിദേശത്തു നിന്നൊക്കെ ധാരാളം പേര് കേരളത്തിൽ വരുന്നത് പഞ്ചകർമ്മ ചെയ്യാനാണ്. കേരളത്തിൽ അതൊരു വലിയ സംഭവമാണ്. അത് പോയിട്ട് അവർക്ക് വലിയ ബെനിഫിറ്റ് ആണ്. വിദേശത്തുള്ള ധാരാളം രാജ്യത്തിന് ആൾക്കാർ വരുന്നുണ്ട്, വയനാട്ടിലൊക്കെയുള്ള റിസോർട്ട്, ആയുർവേദ റിസോർട്ടിൽ. അപ്പോൾ പല രോഗങ്ങളും അവര് ആ റിജുവിനേഷൻ കുറച്ച് പൈസ ചിലവാകും, പക്ഷെങ്കിലും വേറെ ഈ കൂടുതൽ ഔഷധം കൊണ്ടുള്ള കളിയിൽ ആ ക്ലൻസ് ചെയ്ത് അവരങ്ങ് വിടും. പിന്നെ അതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. റിസർച്ചാണ്. പിന്നെ അതിൽ ചില സമയം പാളിച്ച പറ്റിയേക്കാം. 1000 പേരൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് ചില സമയം BP കുറയും. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാമല്ലോ. അതെല്ലാ മേഖലയിലും ഉണ്ടാവും. അതുകൊണ്ട് ഹോമിയോ വളരെ ഒരു എന്താ പറയണ്ടത്, അധികം ഈ മാനവരാശിക്കും നമ്മളെ ഇന്ത്യയെ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അതൊരു രോഗത്തിനല്ല, രോഗിയാണ് ചികിത്സിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ കേട്ട് അത് എന്തുകൊണ്ടുണ്ടായി അതിനുള്ള കാര്യം. മറ്റേ അലോപ്പതി അതല്ലല്ലോ. ഇപ്പോഴെന്താ പ്രശ്നം? തലവേദന, തലക്കൊരു മരുന്ന് എഴുതി വിട്ടു. അവൻ എന്തുകൊണ്ടാ തലവേദന ഉണ്ടായി എന്ന് ചോദിക്കുന്നില്ല, അതിനുള്ള കാരണം ചോദിക്കുന്നില്ല. ഹോമിയോയിൽ അങ്ങനെയല്ലല്ലോ. അതിന്റെ അടിവേര് കണ്ടെത്തി. ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും ഒരു പൊതുവായ ധാരണയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ചൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എൻ്റെ ഒരു സാധാരണ മനുഷ്യൻ കേൾക്കുന്ന ഹോമിയോപ്പതി ചികിത്സയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ ഹോമിയോയുടെ അറിയാലോ, ആ വൈദ്യശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? അത് തെളിയിക്കണം നമ്മൾ. അത് നല്ല ആത്മാർത്ഥതയുള്ള ഡോക്ടേഴ്സ് വേണം. പണം വാരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ മേഖലയും ആശ്വാസം തന്നെയാണ്. അതല്ല, ഇതൊരു കാരുണ്യമാണ്. നമ്മളെല്ലാം തന്നെ ഒരു കമ്പാഷൻ എന്ന് വരുന്ന വൈദ്യം. മനസ്സിലായില്ല? ചരകനൊക്കെ പറഞ്ഞിട്ടില്ലേ? ചരകൻ ഇത് പറയുമ്പോൾ ബിസിനസ് വേണ്ടെന്നല്ല. രോഗിയാവുന്നതന്നെ ഒരു മഹാപ്രശ്നം തന്നെ. ഒരു മനുഷ്യൻ രോഗിയാവുമ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ഇടയ്ക്ക് നിന്ന് കാശും പിടുങ്ങുക എന്ന് പറയുമ്പോൾ അത് മഹാ അപരാധമാണ്, ക്രൂരതയാണ്. അങ്ങനെയുള്ളവർ വൈദ്യന്മാരുടെ വായ്ക്കകത്ത് ചെമ്പുരുക്കിയിട്ട് ഓട്ടുരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ചരക സംഹിത. ഒരു മനുഷ്യൻ രോഗിയാവുന്നത് അറിയാലോ, എന്തോ അവർക്ക് അകാരണം അവൻ അറിയില്ല. അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്, അവനെ രക്ഷപ്പെടുത്താം. അത് അവൻ തരുന്ന ദക്ഷിണ പോലെ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അവന്റെ കഴിവൊക്കെ നോക്കി അവന്റെ സ്നേഹത്തിലൂടെ അവനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു പാരിതോഷികം നമുക്ക് പറ്റാം. അതിപ്പോ ഇന്ന് ഫീസായിട്ടൊക്കെ വാങ്ങിക്കാൻ തെറ്റില്ല, പക്ഷെ അതിൽ നിന്ന് അതിര് കിടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് എല്ലാ രംഗത്തും ഉണ്ട് ആ പ്രശ്നങ്ങൾ. അതിപ്പോ നമ്മൾ മെഡിറ്റേഷൻ രംഗത്തായിക്കൊള്ളട്ടെ, എല്ലാ മേഖലയും
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളെ ചീറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക, ആ സത്യത്തെ മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളൊരു, അങ്ങനെയല്ല. ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. ജീവിതകാലം മുഴുവൻ ഒരു തപസ്യയാണ്. എപ്പോഴും രോഗികളും അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ഉരുകിത്തീരില്ല. എനിക്കറിയാം, ഹോസ്പിറ്റലിലേക്കൊക്കെയുള്ള നഴ്സുമാര്, ഡോക്ടർമാരെല്ലാം എപ്പോഴും സദാസമയം അവരിങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. പുതിയ ഓരോ വ്യക്തിയുടെയും രോഗം വ്യത്യസ്തമാണ്. അപ്പൊ ഇതൊക്കെ പഠന വിഷയമാണ്, റിസർച്ചാണ്. അപ്പോഴേ ഈ വലിയൊരു ഉത്തരവാദിത്തമാണ് വിഷയ്ക്ക്. ഞങ്ങളൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ അങ്ങനെയുള്ള ഭാരമില്ല. നമുക്ക് ഈ മെഡിറ്റേഷൻ പറഞ്ഞ് അങ്ങനെ പോകാനേ ഉള്ളൂ. വലിയ ഉത്തരവാദിത്തമൊന്നും ഇല്ല. നമുക്ക് അതിന്റെ മേൽപ്പാളിയിലുള്ള കളികളാണ്. നിങ്ങളൊക്കെ വലിയ സമൂഹത്തിന്റെ വലിയൊരു വെളിച്ചമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ സമൂഹത്തിന്റെ വെളിച്ചമായി എത്രയോ പേരുടെ ജീവനെ നിലനിർത്താൻ സഹായിക്കേണ്ട നിങ്ങളാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടെ നിങ്ങൾക്ക് ധ്യാനവും ചികിത്സയും ഒരുമിച്ച് കൊണ്ടുപോവാം. അപ്പം ഒരു ബിഷപ്പിന് എല്ലാ മേഖലയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. ഏത് ചികിത്സയാണോ തന്റെ മുന്നിൽ വരുന്ന രോഗിക്ക് അഭികാമ്യം. ഒറ്റപ്പാടല്ലേ 1 മിനിറ്റ്, അത് വീടായതുകൊണ്ട്. പിന്നെ അപ്പോഴേ ഞാൻ പറയുന്നതില് തെറ്റിദ്ധാരണയ്ക്ക് വഴിയുണ്ടാവും. എങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിസർച്ച്, ആയുർവേദത്തിന്റെ സാധ്യത മനസ്സിലാക്കണം ഹോമിയോ ഡോക്ടർ, അലോപ്പതിയുടെ സാധ്യത മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാ ഡോക്ടറും പരസ്പരം, ഇപ്പൊ അലോപ്പതി മരുന്നിൽ മാറാത്ത രോഗങ്ങൾ ഹോമിയോപ്പതിയിൽ മാറും. അതിനുള്ള ധാരാളം തെളിവുകളുണ്ട്. എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ആരും പുറത്തറിയില്ല എന്നേ ഉള്ളൂ. എനിക്കറിയാം ധാരാളം മഹാരോഗങ്ങളൊക്കെ ഹോമിയോപ്പതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പരസ്പരം മത്സരിച്ചിട്ട് ശണ്ട കൂടുന്നതിന് പകരം ഇതൊരു കമ്പൈൻ സ്റ്റഡി, എല്ലാം ഒരുമിച്ചിട്ട് അതിന് മെഡിറ്റേഷനും കൂടി ഉണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ഈ അസ്വസ്ഥത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ ഒരു ഇത്രയും പരിമിതമായ അറിവാണ്. പിന്നെ അതിന്റെ ആഴത്തിലേക്കൊന്നും പോകാനുള്ള കഴിവും അർഹതയും എനിക്കില്ല, അറിയാലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ. ഈ ഒരു ഡോക്ടറും അല്ല ഏത് മേഖലയിൽ ചികിത്സാ രംഗത്ത് കടന്നു വരുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതിൽ അല്പം ആത്മാർത്ഥത വേണം, കാരുണ്യം വേണം, സ്നേഹം വേണം, സാമൂഹ്യ പ്രതിബദ്ധത വേണം. കച്ചവടം ചെയ്യുന്നവർക്ക് ഓക്കെ, അത് ബിസിനസ് ഓക്കെ, അതിൽ എത്രയോ ഉണ്ടാക്കാം. പക്ഷെ ഈ രംഗം അങ്ങനെയല്ല. ഇത് തികച്ചും ഒരു സമർപ്പണ ഭാവത്തിൽ ചെയ്യേണ്ടതാണ്, ഒരു ദൈവസ്മരണയോടുകൂടെ. കാരണം നമുക്ക് കിട്ടിയ അവസരങ്ങളാണിത്. ഒരു ഡോക്ടറാവുക, അല്ലെങ്കിൽ ഒരു ചികിത്സാ രംഗത്ത്, അതിനെ നന്നായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അത് ധാരാളം പേരുടെ ഹൃദയത്തിൽ നിങ്ങൾ ജീവിക്കും. അതാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് വൈദ്യശാസ്ത്രം മാറേണ്ടിയിരിക്കുന്നു എന്നൊരു ചെറിയ അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. അപ്പൊ അതിനുവേണ്ടി ഹോമിയോ പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതിൽ വലിയ എന്താ പറയുന്നത്, വലിയൊരു കാശേരുള്ള ടെസ്റ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല. അവർ ഏകദേശം ആ ഒരു സൈക്കോളജി ഉപയോഗിച്ചിട്ട് അവർക്കുള്ള മരുന്ന് കൊടുത്ത് എല്ലാം പരീക്ഷണം തന്നെയല്ലേ. അപ്പൊ ആ ഒരു ഇത് സാധാരണ ഈക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പൊ അവർക്കുള്ള രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനുള്ള കുറച്ച് സപ്ലിമെന്റ് നിങ്ങൾ സമൂഹത്തിന് നൽകണം. കുറച്ച് ദരിദ്രരായിരിക്കുന്ന ദാരിദ്ര്യ മേഖല, സമ്പന്ന മേഖല വേണമെന്നില്ല, അവർക്ക് ഇഷ്ടം പോലെ എല്ലാം സാധിക്കും. അമേരിക്കയിൽ പോയി ചികിത്സ നടത്താം, എവിടെയും പോവാം. പക്ഷെ അടിത്തട്ടിലുള്ള സാധാരണ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന കൃഷിക്കാരും അധ്വാനിക്കുന്നവരും, അവർക്കൊക്കെ ഒരു വെളിച്ചമായി ഹോമിയോ മാറണം. കാരണം ഇപ്പൊ അതിന് നല്ലൊരു ഇതുണ്ട്. ഞാൻ ഇപ്പം നമ്മുടെ തലശ്ശേരി ഒരു പ്രഭാത് എന്ന് പറഞ്ഞ ഡോക്ടർ ആദ്യം മരിച്ചുപോയി. എത്രയോ പേരുടെ ഹൃദയത്തിൽ അറിയപ്പെട്ടൊരു മഹാനായിരുന്നു, ഹോമിയോ ഡോക്ടറായിരുന്നു. എത്ര പേരത് ചികിത്സിക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കായിരിക്കും. ഡോക്ടർ പ്രഭാത് എത്രയോ പേരുടെ മഹാരോഗങ്ങളൊക്കെ മാറ്റിയാണ് ഹോമിയോയിലൂടെ. ഗവൺമെന്റ് ഡോക്ടറായിരുന്നു, ഹോമിയോ ഗവൺമെന്റ് ഡോക്ടർ. ഇന്നും ആ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം പോയി, പക്ഷെ അവിടെ ഇന്നും എപ്പോഴും ജനങ്ങളെ കാണാം. അപ്പൊ ഇതൊക്കെ ഇന്നും സാധ്യതയാണ്. അപ്പൊ സമൂഹത്തില് ആ ഒരു സാധ്യത നമ്മൾ ഇനിയും വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എൻ്റെ അപേക്ഷ. അതിലൂടെ നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പലതും, മ്യൂസിക് ഒക്കെ ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ ഒരു മെഡിസിൻ ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്തും. മരുന്ന് മാത്രം പോരാ. അതിൽ ആഹാരത്തിന്റെ നമുക്കറിയാലോ ചെറിയ ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ അസൂയ, കുശുമ്പ്, വെറുപ്പ്, മത്സരബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ നമ്മളെ
മഹാരോഗത്തിലേക്ക് നയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യം പറയുന്നില്ല. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഷാലു രാജിനും എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്റെ അറിവില്ലായ്മയും ഒക്കെ ഉണ്ടാവും ഇതിൽ. എനിക്ക് അങ്ങനെ വലിയൊരു ഇങ്ങനെയുള്ള ചർച്ച ചെയ്തിട്ടൊന്നും ശീലമില്ലാത്ത ഒരാളാണ്. ഞാൻ മെഡിറ്റേഷൻ രണ്ടുപേര് പറയും, പിന്നെ ആക്റ്റീവ് മെഡിറ്റേഷൻ ആയതുകൊണ്ട് പിന്നെ ഈ കൂടുതൽ തിയറി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരിമിതിയുണ്ട്, പോരായ്മകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ വിശ്വഗ്രന്മാരായതുകൊണ്ട് മറ്റുള്ളവരാണ്. അതുകൊണ്ട് ഇത്രയും സമയം നിങ്ങളെ ബോറടിപ്പിച്ചതിനും എന്റെ കൊച്ചറിവില്ലായ്മ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്കൊരു അവസരം നൽകിയ ഷാലു രാജിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിൽ എന്തെങ്കിലും നടക്കാം. അല്ലെ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ്. ഞാൻ മുൻകൂട്ടി ഒന്നും തയ്യാറാക്കിയിട്ട് വന്നതല്ലല്ലോ ഷാലു രാജ്. കാരണം എനിക്കിത് എന്താണെന്ന് ഒരു പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇനി ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ചർച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ടോ ഇവിടെ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. അപ്പോൾ ഇനി എന്താ ഞാൻ പറയേണ്ടത്? എന്റെ പരിമിതി ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ധ്യാനവും ചികിത്സയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് മനോഹരമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങാം. ഇപ്പൊ ഈ രോഗിയായ വ്യക്തിയോട് നമുക്ക് ഏത് രീതിയിൽ ഈ ധ്യാനം പ്രിഫർ ചെയ്യാൻ കഴിയും? അല്ല, അവരോട് ഒന്നുമില്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, എന്നിട്ട് അവന്റെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാൻ പറയാം. വേറെ ഒന്നും ചെയ്യണ്ട. മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിയിട്ട് ലവ് ഇറ്റ്, എല്ലാവരെയും സ്നേഹിക്കാൻ പറയാം. അപ്പോഴത്തന്നെ അവന്റെ കുറെ രോഗം മാറും. ഈ സ്നേഹമില്ലായ്മയാണല്ലോ എല്ലാ പ്രശ്നത്തിനും കാരണം. എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാലു രാജ്. എന്തിനോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഓടുകയാണ് എല്ലാവരും. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവും. പിന്നെ അടുത്ത അന്വേഷണമായി, അടുത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണല്ലോ. അത് ഏത് മേഖലയിലായാലും. അപ്പൊ ഇവിടെ സ്ഥായിയായി നിലനിൽക്കേണ്ട സ്നേഹമാണ്. അവനിൽ സ്നേഹം വളരുമ്പോൾ അവന് രോഗം കുറയും. അതൊരു പ്രതിരോധ ശക്തിയാണ്. മനസ്സിലായില്ലേ? സ്നേഹമില്ലായ്മയാണ് സർവ്വ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്റെ കാഴ്ച, എന്റെ 67 വയസ്സിന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. നമ്മൾ എപ്പോഴും ശത്രുത, ക്രോധം, പരസ്പരമുള്ള ഈഗോ, മത്സരമൊക്കെ വരുമ്പോൾ രോഗം വരും. യാതൊരു സംശയം വേണം. നമ്മൾ റിലാക്സ് ആയി സ്നേഹിച്ചിട്ട് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാണ്ട് ജീവിച്ചു നോക്ക്. അങ്ങനെ വലിയ ഇപ്പൊ 67 വയസ്സിൽ എനിക്ക് പറയാലോ, 67 വയസ്സിന്റെ കുറെ, എന്നാലും ചെറിയ അസുഖങ്ങളൊക്കെ വരും പോകും. ഓക്കെ. പക്ഷെ സ്ഥായിയായി ഇതുവരെ ഒന്നും വേട്ടയാടിയില്ല ഷാലു രാജ്. അതൊരു ദൈവാനുഗ്രഹം കൊണ്ടോ എന്തോ എനിക്കറിയില്ല. ഇത്രയും എനിക്ക് എന്റെ ജീവിതാനുഭവമല്ലേ പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത് ഹരിഹരൻ ഡോക്ടറാണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ ഡോക്ടർ. ശരി. ഹലോ, കേക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഡോക്ടർ ഇപ്പൊ പറഞ്ഞതെല്ലാം 100% ശരിയാണ്. പക്ഷേ എനിക്ക് സാറിന്റെ ഒക്കെ ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, ഈ നമ്മള് 3 ടൈപ്പ് ആൾക്കാര് ഉണ്ട് ഞാൻ വിചാരിക്കുന്നത്. അതായത് സാത്വിക മനോഭാവമുള്ളവരുണ്ട്, പിന്നെ രജോ ഗുണമുള്ളവരുണ്ട്, തമോ ഗുണമുള്ളവർ. ഇവരില് ഈ ധ്യാനത്തിനുള്ള പ്രസക്തി ഏറ്റവും കൂടുതലുള്ള ഏത് ടൈപ്പിലുള്ള ആൾക്കാർക്കാണ്? അതില് ധ്യാനത്തിനുള്ള പ്രസക്തി ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് സ്വാത്വികന്മാർക്ക് തന്നെ. പക്ഷേ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് തമോ ഗുണമുള്ളവരെയാണ്. അവരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അവരെ സ്വാത്വികത്തിലേക്ക് കൊണ്ടുവരണം, നമ്മളെ സംസർഗം കൊണ്ടും. അല്ലാണ്ട് പുണ്യവാളന്മാർക്ക് വേറെ ധ്യാനമൊന്നും ആവശ്യമില്ല, അവരങ്ങനെ പോയിക്കോളും. നമുക്ക് വേണ്ടത് പാപികളെയാണ്. പാപികൾക്ക് വെച്ചാൽ അവരാണല്ലോ കഷ്ടപ്പെടുന്നത്. അറിവില്ലായ്മയും അഹങ്കാരവും അടിപിടിയും മദ്യപാനവും. അപ്പൊ അവരിൽ നമ്മൾ സ്നേഹം ചെലുത്തി അവരെ സ്ലോലി രാജത്തിലേക്ക് വന്നു, പിന്നെ സ്വാത്വികത്തിലേക്ക് അവര് പിന്നെ അക്രമമൊന്നും പ്രതീക്ഷിക്കേണ്ട. സമൂഹം എപ്പോഴും അവരെ കൊണ്ട് യാതൊരു ദ്രോഹവും സമൂഹത്തിൽ ഉണ്ടാവില്ല. നമുക്കിവിടെ അതിന് അങ്ങയുടെ എന്തെങ്കിലും പ്ലാൻ ആയിട്ടുള്ള വർക്ക് കർമ്മം ഉണ്ടോ? തീർച്ചയായിട്ടും. അതിനു വേണ്ടി ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് ഡൈനാമിക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ ഇവന്റെ എല്ലാ ഈ തമോ ഗുണങ്ങളും മാറി അവൻ ആക്റ്റീവ് ആവും.
പക്ഷെ ഒരു ദിവസം കൊണ്ടല്ല, ഒരു 21 ഡേ എങ്കിലും ഒരു മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവന് മാറ്റം വരും. അവന്റെ ഹോർമോൺസിനും അവന്റെ ചിന്താധാരകൾക്കും ഒക്കെ മാറ്റം വരും. പക്ഷെ അവനെ അറിയുന്നു. സെൽഫ് റിയലൈസേഷൻ, സ്വയം ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം അവനിലേക്ക് വരും. അതിനാണ് മെഡിറ്റേഷനൊക്കെ വെച്ച ബുദ്ധനൊക്കെ അന്നേ പറഞ്ഞു പോയതാണ്. തന്നെ താൻ അറിയുമ്പോൾ എല്ലാം താൻ അറിയും. ജീവിതം എന്താണ്, മരണം എന്താണ്, ഈ ലോകം എന്താണ് എന്നൊക്കെയുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാവും. ഈ മെഡിറ്റേഷനും അതായത് മെഡിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി നല്ല ഒരു പാട്ട് പാടും എന്ന് വിചാരിച്ചോളാം, നല്ല ഇമ്പമായിട്ടൊരു പാട്ട് പാടും. അതിൽ ആ വ്യക്തി ആ പാട്ട് പാടുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് പാടുന്നത്. അതെ അതെ, അതും ഒരു ധ്യാനമല്ല? തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നതും ധ്യാനം തന്നെയാണ്. അതായത് നിങ്ങൾ കോൺഷ്യസ് ബോധത്തോടുകൂടെ എന്ത് ചെയ്യുന്നു അതൊക്കെ ധ്യാനം തന്നെയാണ്. നിങ്ങൾ അബോധത്തോടുകൂടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതായത് മഹാനായ ഓഷോ പറയുന്ന ഒരേ ഒരു പാപം അബോധാവസ്ഥയും ഒരേ ഒരു പുണ്യം ബോധാവസ്ഥയും. ബോധവാന്മാര് തെറ്റ് ചെയ്താൽ പോലും അത് ശരിയായിരിക്കും, അബോധവാന്മാര് ശരി ചെയ്താൽ പോലും തെറ്റായിരിക്കും. ഇത് ബോധത്തിന്റെ ഒരവസ്ഥയാണ്, അവയർനെസ്, കോൺഷ്യസ്. നിങ്ങൾ ബോധപൂർവ്വം ഒരാളെ കുത്തിക്കൊന്നോളൂ, നിങ്ങൾ പറ്റൂല. പക്ഷെ അവിടെ ലഹരി വേണം. അബോധാവസ്ഥയിൽ മാത്രമേ നമുക്ക് അടിപിടി കൂടാനും മത്സരിക്കാനും ഒക്കെ പറ്റും. യഥാർത്ഥ ബോധത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുക, തോറ്റുകൊടുക്കുക, വിട്ടുകൊടുക്കുക, വഴിമാറി കൊടുക്കുക. അത് കാരുണ്യത്തിന്റെ തലമാണ്. ഇത് വാസ്തവത്തിൽ തുടങ്ങേണ്ടത് കുട്ടികളിലല്ലേ തുടങ്ങേണ്ടത്? തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. വീട്ടിൽ നിന്ന് തന്നെ, കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് വീടുകളിൽ തുടങ്ങണം. അതുപോലെ തന്നെ സ്കൂളുകളില് മെഡിറ്റേഷൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം പോലെ അതെ തീർച്ചയായിട്ടും അതങ്ങനെ നമ്മൾ കതിരിന്മേ കൊണ്ട് വളം വെക്കുന്നതിനെക്കാട്ടും നല്ലത് ക്യാച്ച് ദം എന്ന് പറയുന്നത് പോലെ സ്കൂൾ പ്രോഗ്രാമിൽ ഈ ധ്യാനം ഉൾപ്പെടുത്തണം. ജപ്പാനിലൊക്കെ അതുണ്ടല്ലോ. അതിനുവേണ്ടി അങ്ങേപ്പോലുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നെ വിളിച്ചാൽ ഞാൻ പോകും. എനിക്കിവിടെ അറിയാലോ, ഇവിടെ ഇപ്പം രാഷ്ട്രീയത്തിന്റെ അതിപ്രസരല്ലേ സാറേ. അപ്പൊ ധ്യാനം എന്നെല്ലാം പറഞ്ഞാൽ പുച്ഛമാണ്. അവർക്ക് കരാട്ടെ, പരസ്പരം അടിക്കാനും പിടിക്കാനും കുസ്തി നടത്താൻ, അതിനൊക്കെ അത് തെറ്റില്ല, നല്ലതാണ്. അത് നല്ലതാണ്, ഒരു പ്രൊട്ടക്ഷന്, കായിക വിനോദം. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവൻ മാറും, ഇവൻ ബുദ്ധനാവും. അവനിൽ പിന്നെ അടിപിടി കൂടാനോ മത്സരിക്കാനോ മറ്റുള്ള സുഹൃത്തിനെ അടിക്കാനോ ഒന്നും അവന് പറ്റില്ല. അവൻ സോഫ്റ്റ് ആവും. സർ, കായികമായിട്ടുള്ളത് ഇരുന്നോട്ടെ. പക്ഷെ ആ കായികമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മെഡിറ്റേഷനും ആവാം. തീർച്ചയായിട്ടും ആവാം. അത് സമ്മതിക്കൂല. ഈ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളില് അവര് ഈ എക്സർസൈസ് ചെയ്തതിന് മുമ്പ് നമ്മുടെ ഈ വജ്രാസനത്തിലിരുന്ന് അവര് ഒരു ചെറിയ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് അവരെങ്കിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും. അല്ല, അത് വജ്രാസനത്തിൽ ഇരിക്കണം എന്നല്ല, നമുക്ക് ഡാൻസ് ചെയ്യാം, പരസ്പരം നോ മൈൻഡ്, അതായത് സ്നേഹത്തിന്റെ ഒരു വലിയ സൃഷ്ടിക്കാം. നമ്മൾ ആരും അന്വേഷിക്കണം, ഒരേ മാലയിലെ വിവിധ പുഷ്പങ്ങളാണെന്നുള്ള ബോധത്തിന് നമ്മൾ മനുഷ്യരാണെന്നും നമ്മൾ തമ്മിൽ അടികൂടേണ്ടവരല്ല, മൃഗങ്ങളല്ലേ അടിപിടി കൂടുന്നു ഭക്ഷണത്തിന് വേണ്ടിയും. അത് നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യം കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കണം, ചെറുപ്പത്തിൽ ഉണ്ടായി കൊടുക്കണം. അതാണ് അത് അധ്യാപനം. ഇവിടെ അടിക്കാനും പിടിക്കാനും മത്സരിക്കാനും, ഞാനതിൽ പറഞ്ഞില്ല, ഈ സ്കൂളിൽ രാഷ്ട്രീയം വന്ന മുതലാണ് ഈ പ്രശ്നം കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകും. സ്കൂളിൽ ഒരു കാലഘട്ടം വരെ മാഷന്മാരെ അനുസരിച്ചുകൊണ്ട്, ഗുരുകുലം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലോ, ശ്രേഷ്ഠമായ വിദ്യ, അവരെ ഗുരുപാദങ്ങളിൽ അവരെ പറയുന്ന അനുസരിച്ച് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ബാക്കിയും ഇന്ന് തന്നെ കണ്ടില്ല, ഇതിനിടെ ഒരു ചെക്കൻ ഒരു അധ്യാപകനോട് പുറത്തിറങ്ങിയ കൊന്നുകളി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇന്നലെ കണ്ട്, ഇന്നലെ അങ്ങനെ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ്. ചെറിയ പയ്യൻ ആ ഹെഡ് മാസ്റ്ററെ തെറി വിളിക്കാൻ. ആ രാഷ്ട്രീയത്തിന്റെ പിൻബലമാണ്, വേറെന്താ? ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സാർ. നടക്കുന്നത് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല സാർ, അതിന് പ്രതിവിധിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതെ, നമുക്ക് സമാധാനവും സ്ഥൈര്യവും ആരോഗ്യവും, അതിനുവേണ്ടി ധ്യാനം, ഓഷോക്ക് ധാരാളം ധ്യാനം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് മ്യൂസിക്കിലാണ്, മ്യൂസിക്കിലും അല്ലാതെയും ഉണ്ട്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കോളേജിലും കുട്ടികളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ അവന്റെ ബോധതലമൊക്കെ
നമ്മൾ വിചാരിക്കും പോലെ ട്യൂണായി വരുമോ, അല്ലെ അവൻ ക്രൂരനായി ഒരു ഹിറ്റ്ലറെ പോലെയൊക്കെ ആയി. നമ്മളിപ്പോ ഹിറ്റ്ലറെ ആക്കാനല്ലേ ശ്രമിക്കുന്നത്, എല്ലാവരും ഹിറ്റ്ലർമാരാവണം, കൊല്ലാനും ചാവാനും. അപ്പൊ ഈ ഒരു ബോധതലമാണ് പ്രധാനം എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ നമ്മള് ഒന്നും ചെയ്യാം, നമുക്കിത് പറയാന്നല്ലാതെ നമ്മളെ ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. അവര് പറയാം അത് സന്യാസിമാരല്ലേ അങ്ങനെ, അതൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ വേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ചു സോഫ്റ്റ്വെയർ മുഴുവൻ അടിച്ചതിന് ശേഷമാണ് പിന്നെ ധ്യാനിക്കാനൊക്കെ വരുന്നത്. വല്ല കാര്യമുണ്ട്? അപ്പൊ ഇത് ചെറുപ്പം മുതലേ ആ ഒരു ആരോഗ്യ ഹെൽത്ത് അവയർനെസ്, പിന്നെ ചെറിയ ഹോമിയോ പോലത്തെ മരുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും ജീവിതകാലം മുഴുവൻ. വലിയ ഈ മഹാരോഗങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അവന് ജീവിക്കാനും അറിയില്ല, ഏത് ചികിത്സ വേണമെന്നും അറിയില്ല, പെട്ടിരിക്കുകയാണ് സാറേ. ഇപ്പൊ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം വെച്ചാൽ കാശില്ലായ്മയാണ് ഹോമിയോയിൽ പോകാൻ കാരണം. കാശിന്റെ ഫീസ് കൊടുത്ത് അവിടെ ചെറിയ പൈസ കൊടുത്താൽ ഒരു 2 ആഴ്ചന്റെ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പലതും അങ്ങനെ അതുകൊണ്ട് മാറുകയും ചെയ്യും. പല ജലദോഷവും പെട്ടെന്ന് വരുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് എത്ര പേർക്ക് പറ്റും? അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഹോമിയോന്റെ സാധ്യതയും ധ്യാനത്തിന്റെ സാധ്യത, അതുകൊണ്ട് യോഗ പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ്, അല്ലെങ്കിൽ കഠിനമായ അഭ്യാസം ഞാൻ പറയുന്നില്ല. കഠിനമായിട്ടുള്ള എല്ലാം തീവ്രവാദം തന്നെയാണ്. അങ്ങനെയല്ല, ഓരോ മനുഷ്യനും പറ്റാവുന്ന രീതിയിലുള്ള പരിശീലനം, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം ശരിയാവൂലല്ലോ. ഇപ്പൊ ഹോമിയോ പോലും അങ്ങനെയല്ലേ, 10 ആൾ വന്നിട്ട് 10 തരത്തിലുള്ള മരുന്ന് കൊടുക്കും അല്ലേ? 10 ആളും പനി കൊണ്ടേയിരിക്കും വന്നിട്ടുണ്ട്, 10 ആൾക്കും പനി തന്നെയായിരിക്കും. പക്ഷെ 10 പനിക്കും 10 കാരണം ഉണ്ടാവും. അലോപ്പതിയിൽ ഒറ്റ പാരസെറ്റമോളേ ഉള്ളൂ. മറ്റവന് പനികരം വേറെ എന്തെങ്കിലും കാരണമായിരിക്കും, മറ്റവന് വേറെ ദുഃഖത്തിന്റെ കാരണം, എന്തെങ്കിലും ഇങ്ങനെ 10 ആൾക്ക് 10 രീതിയിലുള്ള പനിയായിരിക്കും. ഇതിനെല്ലാം ഒരേ മരുന്നാണ് കൊടുക്കുന്നില്ലേ? ഹോമിയോയിൽ അങ്ങനെയല്ലല്ലോ, ഇല്ലേ? വ്യത്യാസമില്ലേ അവരുടെ പ്രായം? സാർ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല ഇതിന്റെ ഇംപ്ലിമേഷൻ, ഇതെങ്ങനെ ഈ കുട്ടികളിലെ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഈ നെഗറ്റീവായിട്ടുള്ളത് നമ്മള് പറയാൻ പോവുകയാണെങ്കിൽ നമ്മളത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇഷ്ടം പോലെ ഉണ്ടത്. അതല്ല, അവിടെ നമുക്ക് ഒരു വെളിച്ചം എങ്ങനെ കൊടുക്കാം, അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സാർ ചെയ്യുന്നുണ്ടോ എന്നറിയാം. ഞാൻ എന്റെ ചെറിയ പരിമിതമായ ഇതിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ തിരുവണ്ണാമല നാട്ടിലുണ്ട്, ഇപ്പൊ കണ്ണൂരാണുള്ളത്. കണ്ണൂർ ജില്ലയില് തിരുവണ്ണാമലയിൽ ഒരു സെന്റർ ഒക്കെ ഉണ്ട്. അവിടെ ഡയറക്റ്റ് ആയി വന്നുമ്പോ ക്ലാസ് എടുക്കാനുള്ള ചെറിയ മെഡിറ്റേഷൻ ഹോളും, ഒരു റെന്റിനാണ്, സ്വന്തമല്ല. പിന്നെ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ പോകും ക്ലാസ് എടുക്കാൻ. പിന്നെ ഇടയ്ക്ക് ക്ലാസ് ക്യാമ്പ് സംഘടിപ്പിക്കും. നിങ്ങൾക്കൊക്കെ ധാരാളം സാധ്യതയുണ്ട്. നിങ്ങൾ ഈ സംഘടന തന്നെ അതിനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പോയിട്ട് ക്ലാസ് എടുക്കാം. നിങ്ങൾ ഇതിൽ ആരെങ്കിലും ഇത് ട്രെയിനിങ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലേ സംഘടനാ ലെവലിലേ പറ്റും. വ്യക്തികൾക്കൊക്കെ പരിമിതി ഉണ്ടല്ലോ. അതെ, സംഘടന നിങ്ങളിപ്പോ ഒരു ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഹോമിയോനെയും പരിചയപ്പെടുത്താം. അതോടൊപ്പം മെഡിറ്റേഷൻസും കുറച്ച് സിമ്പിൾ എക്സസൈസും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടികൾക്ക് ഒരു ലൈഫ് ഹെൽത്ത് അവയർനെസ്. ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ധാരാളം പേര് കഷ്ടപ്പെടുന്നത്, തെറ്റില്ല, ജിമ്മും പോട്ടെ, സാരമില്ല. പക്ഷെ അതോടൊപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും, ഒരു സ്വാഭാവിക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുമിച്ചിട്ട് ഹെൽത്തിലേക്ക്, ആരോഗ്യത്തോടുകൂടെ വളരുവാനുള്ള ഒരു സാഹചര്യം ഈ സ്കൂൾ പശ്ചാത്തലത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇപ്പം കാണുന്നില്ല, മയക്കുമരുന്നും അറിയാലോ, നാം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 2-3 പേര് കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അടുത്ത ആളിലേക്ക് കിടക്കാം. ഡോക്ടർ ലത മനോഹരൻ. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നന്ദി ഷാലു രാജൻ. നമസ്കാരം സാറേ. നമസ്തേ ഡോക്ടറെ. നമസ്തേ. ക്വസ്റ്റ്യൻ ഇതാണ് സാറ്, പല രോഗികളെയും കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഇന്നത് കൊടുക്കാം, ഇവർക്ക് ഇന്ന മെഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ രോഗത്തിന് മാറ്റം വരുമെന്ന് തോന്നിയതില്, ഈ രോഗത്തിന്റെ പല വിധമായ രോഗങ്ങൾക്ക് ഇന്ന രോഗത്തിന് ഇന്ന മെഡിറ്റേഷൻ എക്സസൈസ് അങ്ങനെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്ന് കുറച്ച് പറയാമോ? ഏതൊക്കെ രോഗത്തിന് ഏതൊക്കെ ഉള്ള അങ്ങനെ? തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഇപ്പൊ ഒരു 5 മിനിറ്റ് സമയമുണ്ടല്ലോ. നാദബ്രഹ്മ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ.
അത് വെറുതെ ഇരിക്കുക, എന്നിട്ട് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പിന്നെ വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക. വീണ്ടും മൂളല് മാത്രമേ ഉള്ളൂ. അതിൽ ദൈവം വരുന്നില്ല, ഇനി ഹിന്ദു മതം വരുന്നില്ല, സംസ്കൃതം വരുന്നില്ല, ഇനി ഒന്നുമില്ല. മൂളൽ. ഈ ഹമ്മിങ്ങിലൂടെ നമ്മളെ ഇൻസൈഡ് ധാരാളം സെല്ലുകൾ അറിയാലോ, ഫങ്ഷനിലേക്ക് വരും, ആക്റ്റീവ് ആവും. ഈ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം ബ്രെയിനിലൊക്കെ ധാരാളം സെല്ലുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. അതിന് ഒരു വർക്കും ഇല്ല. ഈ അത് 30 മിനിറ്റ് ആണത്. പിന്നെ വേറൊരു സെക്കൻഡ് പ്രോസസ് ഉണ്ട്, അതും ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതാണ്, ഒരു റിലീഫ് ആയിട്ടുള്ള ആക്ഷനാണ്. ഇതിന്റെ പേര് നാദബ്രഹ്മ മെഡിറ്റേഷൻ ആണ്. ഓഷോന്റെ നാദബ്രഹ്മ മെഡിറ്റേഷൻ. അതുപോലെ ചക്ര സൗണ്ട് മെഡിറ്റേഷൻ, ചക്ര ബ്രീത്ത്, നിന്നുകൊണ്ട് ഓരോ ചക്രത്തെയും ബേസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുക, നിന്നുകൊണ്ട്. ഓഷോന്റെ ചക്ര ബ്രീത്ത് ആണ്, മറ്റുള്ള ചക്രയല്ല ഞാൻ പറയുന്നത്. ഔഷധത്തിൽ ധാരാളം അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ കളർ അതൊക്കെയാണ്. ഇത് സയന്റിഫിക് ആണ്. അത് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ശാലുരാജിനെ അറിയാതെ, ശാലുരാജ് അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പം അങ്ങനെയുള്ള പിന്നെ റിലാക്സേഷൻ, പിന്നെ മഹാമുദ്ര എന്ന് പറയുന്ന നല്ലൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് റിലാക്സേഷൻ. അത് നമ്മൾ എനർജിയെ സ്വീകരിച്ചുകൊണ്ട് നെറ്റി, നമ്മൾ ഈ ഇസ്ലാം മതത്തിൽ നിസ്കരിക്കുന്നത് പോലെ സാവധാനത്തിൽ, അത് അവർ പ്രോട്ടോകോൾ ഇങ്ങനെ ചടങ്ങൊപ്പിച്ചല്ല, വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് ഊർജം സ്വീകരിക്കും. നമ്മളത് ഭൂമിയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഉള്ളിൽ ഒരു ക്ലെൻസിങ് സംഭവിക്കും, ഒരു ഈഗോലെസ്. നമ്മളൊന്ന് ഭൂമിയായിട്ട് ചുംബിക്കല്ലേ. അത് സിമ്പിളാണ്, ലളിതമാണ്. പക്ഷെ അത് മടങ്ങുന്നവർക്കേ പറ്റൂ, ഇരിക്കാൻ പറ്റണം. അല്ലാതെ കൂട്ടർക്കൊക്കെ ഇങ്ങനെ പറയേ ഇതുണ്ട്. പിന്നെ റിലാക്സേഷൻ, ഈ കിടന്നുകൊണ്ടുള്ള മ്യൂസിക് കേട്ടുകൊണ്ട് കിടക്കുക, മനസ്സിനെ നോ മൈൻഡിലേക്ക് പോവാം. ചിന്തകളാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ മനസ്സിനെ നമ്മളിങ്ങനെ ശാന്തമാക്കി പ്രശ്നം ശൂന്യതയിലേക്ക്. അപ്പൊ തന്നെ ഉള്ളിലൊരു അറിയാലോ, ഒരു എവരിഡേ ബർത്ത്ഡേ എന്ന് പറഞ്ഞ പോലെ റിജുവിനേഷൻ, ഒരു പുനർ ആവിഷ്കാരം. അല്ലെങ്കിൽ ഇങ്ങനെ ഭാരം കൊണ്ടാണല്ലോ ഈ മനസ്സിന്റെ നിലയൊക്കെ തെറ്റിപ്പോകുന്നത്. ഭാരം കൊണ്ടാണ് ഭ്രാന്ത് വരുന്നതെന്ന് പറയുന്നത്, മെന്റൽ ഡിസോർഡർ. അങ്ങനെ റിലാക്സേഷൻ ചെയ്യുമ്പോൾ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കണം ആ സമയത്ത്? നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യാം. മ്യൂസിക്, നമ്മൾ ആ ചിന്ത നമ്മൾ ഈ മ്യൂസിക്കിലേക്ക് ഫോക്കസ് ചെയ്യാം. അത് ഒരു ആക്ഷൻ ഉണ്ട്. ആ മ്യൂസിക്കിൽ ഇന്നേത് ചെയ്യണം എന്നുള്ള ആക്ഷൻ വരും, അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. നമ്മളില്ല അവിടെ. അപ്പൊ ഡാൻസിങ് മെഡിറ്റേഷൻ 40 മിനിറ്റ് കണ്ടിന്യൂസ് ചലനമാണ്. അപ്പൊ അവിടെ ഡാൻസർ ഇല്ല, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. നമ്മളത് ആ മ്യൂസിക്കിൽ അങ്ങനെ അഴിഞ്ഞാടുക എന്നുള്ളത് ഫ്രീഡം. നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ ചലിക്കുന്നത് അതനുസരിച്ചിട്ട് വിട്ടുകൊടുക്കണം. അവിടെ നമ്മൾ ഈഗോ പെർഫോമിംഗ് ഒന്നുമില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ മുദ്ര, അത് മൈൻഡ് വരും. ഇവിടെ മൈൻഡില്ല, നോ മൈൻഡില്ല. ഓഷോ മെഡിറ്റേഷൻ ഒക്കെ ആണ്, എല്ലാവർക്കും ചെയ്യാൻ. ജാതി മതങ്ങൾക്ക് അതീതമാണ്. ഒരു മതത്തിൽ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ ഷൈല മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം. നമസ്തേ ഡോക്ടർ. എന്റെ ഒരു സംശയം ഹരിഹരൻ സാർ ചോദിച്ചു. കാരണം കുട്ടികളില് ആണല്ലോ നമ്മളത് തുടങ്ങേണ്ടത്. കുട്ടികളിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ പറ്റും. എന്റെ സംശയം, എത്ര വയസ്സ് മുതൽ കുട്ടികൾക്ക് ധ്യാനം തുടങ്ങാം? ഒരു 10 വയസ്സ് മുതൽ. ഇപ്പം ഫാസ്റ്റ് യുഗമല്ലേ. പണ്ടാണെങ്കിൽ 14 വയസ്സായിരുന്നു. ഇപ്പം കുട്ടികൾ ചെറുപ്പത്തിൽ മൊബൈലൊക്കെ ചുട്ടിക്കളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടി പോലും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ഒരു 10 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് ആ ഒരു രസകരമായ രീതിയിൽ, നിർബന്ധിച്ചിട്ടല്ല, സ്നേഹപൂർവ്വം ഏതെങ്കിലും ഒരു കുറച്ച് ശാന്തമായി ഇരിക്കാൻ പഠിപ്പിക്കാം. നിലത്ത് എവിടെയെങ്കിലും ശാന്തമായി നട്ടൽ നിവർന്ന് കണ്ണടച്ച് അവന്റെ ബ്രീത്ത് ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കും. വെറുതെ ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കാൻ പറയാം അല്ലേ? അത് അത്രയേ ഉള്ളൂ. എങ്ങനെ ബ്രീത്ത് വരുന്നു പോകുന്നു. ഇത് ബുദ്ധന്റെതാണ്, വിഭാസന. അത് ആർക്കും ചെയ്യാം, എപ്പോഴും ചെയ്യാം, എവിടെയും ചെയ്യാം, ഏത് രോഗിക്കും ചെയ്യാം. അത് സിമ്പിൾ ആയിട്ടുള്ള വളരെ അതിലപ്പുറം ലളിതമില്ല. മരണക്കിടക്കയിൽ പോലും ചെയ്യാം. അങ്ങനെ ചെയ്തു മരണം വന്നോട്ടെ, സാരമില്ല, സുഖമായി മരിക്കാൻ പറ്റും. നമ്മൾ ധ്യാനം എന്ന് വിചാരിക്കുമ്പോ, അല്ലെങ്കിൽ ധ്യാനം എന്ന് കേൾക്കുമ്പോ നമ്മള് ഈ ഒരു അനങ്ങാതെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ധ്യാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴാണ് ശ്വാസോച്ഛ്വാസവും മ്യൂസിക്കിനനുസരിച്ച് ദേഹം അനക്കുന്നതും
ധ്യാനമാണെന്ന് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അതെ 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 അതെ. അതായത് ആക്ടിവിറ്റീസ് കൊണ്ട് നിങ്ങൾ അവെയർ ആവാന്നുള്ള കോൺസെൻട്രേഷൻ അല്ല, ചുറ്റുപാടിനെ കുറിച്ച് ബോധമുള്ളവരാകുക. കിളികളുടെ ശബ്ദം കേൾക്കുക, കുട്ടി കരയുന്ന കേൾക്കുക, അകത്ത് മിക്സി ഇടുമ്പോൾ അത് കേൾക്കുക. ഇതിനോടൊന്നും നോ പറയരുത്, എല്ലാം കടന്നു പോട്ടെ. എല്ലാം അതിലും കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ? ശ്രദ്ധിച്ചാൽ മതി, വേണ്ട അത് ശ്രദ്ധിക്കുക, കടന്നു പോകും. അതിനൊരു ആശ്വാസം ഉണ്ടാകും. ഇപ്പൊ അടുത്തൊരു വാഹനം പോകുന്നുണ്ടാവും, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പോട്ടെ, എല്ലാം വെൽക്കം. അല്ലാണ്ട് അയ്യോ ഇപ്പം വാഹനം കുട്ടി കരയുന്നുണ്ടാവും ചില സമയം വീട്ടിന്റെ അകത്ത് മറ്റേ ആരെങ്കിലും മകളെ കുട്ടിയോ, അപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേഷൻ അങ്ങനെയല്ല. മെഡിറ്റേഷൻ കരഞ്ഞോട്ടെ, അപ്പൊ കരച്ചിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ നമ്മൾ അതിനെ അനുവദിക്കാം. അത് നമുക്കൊരു ശല്യമായിട്ട് തോന്നാൻ പാടില്ല ഒന്നും തന്നെ. നമ്മൾ സാക്ഷിഭാവത്തിൽ എല്ലാത്തിനെയും ശ്രദ്ധിക്കുക, ലിസണിങ്. അത് തെറ്റ് ഇത് ശരിയെന്നൊന്നും പറയരുത്. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവും നമുക്ക് എവിടെ നരകത്തിൽ സ്വർഗം പണിയാകും ഡോക്ടറെ, അല്ലേ നമ്മൾ പെട്ടുപോകും. എല്ലാം നമുക്ക് എതിരെ, നമ്മൾ എവിടെ പോയാലും പ്രശ്നം ഉണ്ടാവും, പ്രശ്നക്കാരുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് വീണും വിഷ്ണു ലോകം, ചെന്നിടം കൈലാസം. ഇത് മൈൻഡ് സെറ്റാണ്. നമുക്ക് അങ്ങനെ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ നമ്മൾ പെട്ടുപോകും. നമുക്കത് ആ കുട്ടികാരെയും ആശ്വാസം വരും, മിക്സിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആശ്വാസം വരും. ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഭാര്യ അവിടെ നിന്ന് വേറെ ആരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതൊരു ഞാൻ പറഞ്ഞു കുറച്ച് പറയേണ്ടി വന്നു, ചെയ്യാൻ പറ്റും, അല്ലാണ്ട് അവരെ പ്രശ്നമാവില്ലേ? എന്തായാലും ഈ 10 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഈ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ധ്യാനം അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഡാൻസ് അവരെ ഡാൻസ് ചെയ്യിപ്പിക്കാം, മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാം. നല്ലോണം ഊർജത്തിന്റെ ഇതല്ലേ, കലവറയല്ലേ. അപ്പൊ കുറച്ച് ഊർജ്ജം, അതിനാണ് അവരിങ്ങനെ കളിക്കാൻ വിടുക. ഫുട്ബോൾ കളിക്കട്ടെ, ക്രിക്കറ്റ് കളിക്കട്ടെ, എന്നിട്ട് വന്നിരിക്കട്ടെ. അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവർ ഊർജ്ജം അവർ വിടില്ല. അപ്പൊ കഠിനാധ്വാനം ചെയ്തിട്ട് വന്നിരുന്നാൽ കുറച്ചും ശാന്തമായി. അതാണ് ആക്റ്റീവ് ഓഷോ വെച്ചിട്ട് മെഡിറ്റേഷൻ. കുറച്ച് ഡാൻസ് ചെയ്യാം, എന്നിട്ടിരിക്കുക, എല്ലാം പ്രാക്ടീസ് ചെയ്യാം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 10 മിനിറ്റോ അല്ലെ 20 മിനിറ്റ് കഴിയുന്നത്ര ശരീരം ഒന്ന് ഇളക്കണം, ഫിസിക്കലി കഴിയും പോലെ. എന്നിട്ട് കുറച്ച് സുഖമായിരിക്കുക. അപ്പൊ നമ്മളെ ഈ ബ്രീത്ത് വരുന്നതും പോകുന്നതും ഭയങ്കര സുഖമായിരിക്കും. ദൈവമാണ്, ഈശ്വരനാണ് വരുന്നത് പോകുന്നത്. ബ്രീത്തിലെ ജീവിതം. എന്തായാലും ഈ അന്താരാഷ്ട്ര യോഗാ ദിനം പോലെ അന്താരാഷ്ട്ര ധ്യാന ദിനമൊക്കെ വരുന്ന ഒരു കാലം വരട്ടെ, അതുമൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, ഇത് മെഡിക്കൽ സയൻസും അംഗീകരിക്കും. അവരും പറഞ്ഞു തുടങ്ങി, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നൊക്കെ ഡോക്ടർമാരും പറഞ്ഞു തുടങ്ങി. അപ്പൊ പ്രത്യേകം മസ്റ്റാണിത്. ഹോമിയോപ്പതി പിന്നെ നല്ല ഓക്കെ 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 താങ്ക് യു. സലീം കുമാർ ഡോക്ടർ. അടുത്തതായിട്ട് നമ്മുടെ സലീം കുമാർ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമുക്കിനി ഒരു 6-7 മിനിറ്റേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കാം. ധ്യാനം ഒരാളെ ആത്മീയമായി ഉയർത്തുമോ സാർ? ധ്യാനം ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് വാട്ട് ഈസ് ആത്മീയത? ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുക എന്നുള്ള അർത്ഥത്തിൽ പറയാം. അവനവനെ തന്നെ അറിയാം. അതാണ് സെൽഫ്. നമുക്ക് ഹൂ ആം ഐ, രമണ മഹർഷി പറഞ്ഞ പോലെ ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഈ ആത്മീയ ഭൗതിക ഈ രണ്ടും കൂടി ചേർന്നില്ലേ പോകാൻ പറ്റും. അല്ല യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ധ്യാനത്തെയൊക്കെ പറയുമ്പോൾ പലരും സാറും ബുദ്ധനെ ഉദാഹരിക്കുന്നുണ്ട്. അതെ, ബുദ്ധൻ ഇത്തരം വലിയ രീതിയൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുക ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ അന്വേഷിക്ക് ദൈവത്തെ നിഷേധിക്കാൻ ഒക്കുമോ? ആ നിലക്ക് ആലോചിക്കുമ്പോൾ ബുദ്ധൻ ഒരു ശരിയായ മാർഗദർശിയായിട്ട് കണക്കാക്കാൻ ഒക്കുമോ? വാട്ട് ഈസ് കേട്ടെ, നിങ്ങളെ ദൈവം കേട്ടെ, ബുദ്ധൻ കാരുണ്യത്തിനാണ് ദൈവമായി കാണുന്നത്, കമ്പാഷൻ. അതിന്റെ മറ്റൊരു പേരാണ് സ്നേഹം എന്നുള്ളത്. ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ഗോഡ് ഈസ് ലവ്. നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് പ്രശ്നം വരുന്നത്. ഏതോ ഒരു ബിംബം അവിടെയുണ്ട്. ടോട്ടാലിറ്റി അല്ല സാർ. എന്നിലും നിങ്ങളിലും പുല്ലിലും പുഴുവിലും ഒക്കെ ദൈവം തന്നെയല്ലേ. പിന്നെ ദൈവം അതെല്ലാവർക്കും പറയാം, ദൈവികമായ നമ്മളിപ്പം ബാക്കി എല്ലാവരും തന്നെ ഇപ്പൊ ഇങ്ങനെ ശിവൻ അങ്ങനെയുള്ള വിഷ്ണു ഇങ്ങനെയുള്ള ഒരു ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ബുദ്ധൻ ഇതെല്ലാത്തിനും നിഷേധിച്ചു കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ശരിയായ ആത്മീയ പാതയിലൂടെ അല്ലെങ്കിൽ ധ്യാനപാതയിലൂടെ പോകുന്ന ഒരാള് ശരിയായ അറിവിലേക്ക് എത്തുമ്പോൾ ഇത്തരം നിഷേധങ്ങൾ വരുമോ? ആ നിലക്ക് മാത്രമല്ല ഒരു ഗുരു ആവശ്യമായിരുന്നില്ലേ ബുദ്ധൻ ഉൾപ്പെടെയുള്ളവർക്ക്? അതിന്റെ വിഷയമാണോ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്?
അതെനിക്ക് അറിയേണ്ടത്. അദ്ദേഹം ഒന്നിനു വേണ്ടി പോയതല്ല സാർ, കൊട്ടാരത്തിനാ പോയത്, അറിയാലോ. അതെ അതെ രാജകുമാരനായിരുന്നു. അപ്പൊ ആ അത് ഒരു ശരി, അതൊക്കെ സത്യത്തെ അന്വേഷിച്ചു പോയതാണ്. അപ്പോ അദ്ദേഹം കണ്ടെത്തിയ സ്നേഹമാണ് അഹിംസ പരമോധർമ്മ, ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. അതിൽ വലിയ ദൈവാരാധന എന്താ ഉള്ളത് സാറേ? അല്ല, ധ്യാനത്തിന് പോയാൽ എല്ലാം ശരിയാകും എന്നൊരു ധാരണയിൽ ധ്യാനിച്ച ആളുകൾ എഴുതി വെച്ച ചില സാധനങ്ങൾ കൊണ്ട് ലോകത്ത് സമാധാന ഭംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ധ്യാനം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അപകടവും അല്ലേ എന്നാ ചോദിക്കണേ. അത് ജീവിതം തന്നെ അങ്ങനെയാണല്ലോ, രണ്ടും ചേർന്നതാണ് ജീവിതം. ജീവിക്കുന്നതിന് ഒരു ഭാഗത്ത് അപകടമുണ്ട്, ഒരു ഭാഗത്ത് മഹാരോഗമുണ്ട്. നമുക്കറിയില്ല നമ്മൾ എന്തായി തീരും. അത് ജീവിതം അങ്ങനെ തന്നെയാണ്, പകുതിയും പകുതിയാണ്. ആർക്കും ഒന്നും വ്യക്തമായി പ്രവചിക്കാൻ പറ്റില്ല ജീവിതത്തിൽ അങ്ങനെയല്ല, എന്ത്. ധ്യാനിച്ചു എന്ന് പറയുന്ന ധ്യാനിക്കാൻ പോയ ഒരു വ്യക്തി എഴുതിയ സാധനമാണ് ലോകത്ത് ഏറ്റവും വലിയ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. അപ്പോ അല്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ധ്യാനിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു ഗുരുവിലേക്ക് ഇതല്ലാതെ ധ്യാനിക്കാൻ പോയാൽ അത് അപകടം വരുത്തും എന്നുള്ളതും സത്യമാണല്ലോ എന്നാ ഞാൻ ചോദിക്കണേ. അത് ശരിയാണ്. തെറ്റായ ധാരണയിൽ നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പൊ ഇലക്ട്രിസിറ്റി നല്ലതും ചീത്തയാണ്. അത് അറിയാതെ പോയി പിടിച്ചാൽ ഷോക്ക് അടിക്കും, അറിയാലോ. ഇതെല്ലാം മേഖല അങ്ങനെ തന്നെ, ഭക്തി അങ്ങനെ തന്നെയാണ്. ഭക്തി ഇപ്പൊ തീവ്രമായി എന്തെല്ലാം സംഭവിക്കുന്നു ഭക്തിയിൽ. ഇവിടെ ദൈവത്തിന്റെ പേരിൽ അടി തുടങ്ങുന്നു. മുഴുവൻ അടിയും ദൈവത്തിനെ ചൊല്ലിയിട്ടല്ലേ. എന്റെ ദൈവം ശരി, നിങ്ങളെ വാസ്തവത്തില് ബുദ്ധൻ പറഞ്ഞത് കാരുണ്യമാണ്, സ്നേഹമാണ്. ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക പരമാവധി. നമ്മൾ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലിരിക്കാതിരിക്കുക. അതൊക്കെ ശരിയാ. എന്റെ ശ്വാസവും നിങ്ങളുടെ ശ്വാസവും ഒന്നല്ലേ? എനിക്ക് പ്രത്യേക ശ്വാസമൊന്നും ഇല്ലല്ലോ സാറേ. ഇല്ല. നമ്മളിൽ ഒന്നല്ലേ? പിന്നെ അവിടെ വേറെ എന്താ പറയാനുള്ളത്? സൂര്യൻ ഒന്നാണ്, വെള്ളം എനിക്കും നിങ്ങൾക്കും ഒരുപോലെയാണ്. തീ തൊട്ട് എല്ലാവർക്കും പൊള്ളും, എനിക്കും നിങ്ങൾക്കും പൊള്ളും, ധ്യാനിക്കുന്നവനും പൊള്ളും, ബുദ്ധനും പൊള്ളും, പുണ്യവാളിനും പൊള്ളും, പാപിക്കും പൊള്ളും. ഇതൊക്കെയല്ലേ ദൈവികത. അതിൽ സ്നേഹം എന്ന വിശിഷ്ട വികാരമില്ലേ നമ്മൾ എന്നുണ്ടായിട്ടും കാര്യമില്ല. ഇതാണ് ഉള്ളത്. സ്നേഹമാണ് അതിൽ സാരമുള്ളത്. അത് പണ്ട് കവി പറഞ്ഞു പോയി. അതിനപ്പുറം വേദാന്തോ ആത്മീയത ഉണ്ടോന്ന് എനിക്ക് അറിയില്ല സാറേ. ഓക്കെ, അപ്പോ വേറെ ആരുമില്ല ചോദിക്കാനായിട്ട്. അപ്പോ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും ധ്യാനവും ചികിത്സയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സാറ് ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള വാക്കുകളാണ് നൽകിയത്. അതുപോലെ തന്നെ ചോദ്യകർത്താക്കളും മികച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അതിന് നല്ല രീതിയിൽ തന്നെ താങ്കൾ ഞങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി. ഇനി നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് പോകാം. നന്ദി പ്രകാശനത്തിനായി ഡോക്ടർ ഷൈല മാഡം. ഓക്കെ, നമുക്ക് ധ്യാനവും ചികിത്സയും എന്നുള്ള വിഷയത്തിൽ വളരെ നല്ല അറിവുകളാണ് ഈ സാറ് നമുക്ക് ഇന്ന് പങ്കുവച്ചത്. ഹോമിയോപ്പതി ചികിത്സയ്ക്കും ധ്യാനം വളരെ അത്യാവശ്യമാണ്. ധ്യാനവും കൂടി കൂട്ടിയിണക്കിയാൽ വളരെ നല്ല ക്യൂർ അല്ലെങ്കിൽ വളരെ നല്ല ഹീലിംഗ് നമുക്ക് രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ നല്ല രീതിയിൽ നമ്മുടെ സംശയങ്ങളും സാറ് ക്ലിയർ ചെയ്തു തന്നു. നല്ല ഒരു ക്ലാസ് എടുത്ത സാറിന് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി ലവേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു ഷൈല മാഡം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്. അപ്പോ ഞാനും ഇവിടെ പറയാം. ശാലു രാജേ. ഓക്കെ സാർ. അതെ, ഓക്കെ. വേറെ ഒന്നും പറയാനില്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും ഇവിടെ പറയാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി എല്ലാവർക്കും.